അവിടെ ഒരു കുട്ടികളെ പോലെയാണ് അവിടെ നിന്ന് നമ്മൾ വരുന്ന സ്ഥലം വഴിക്ക് ഒരു ബോംബ് പൊട്ടിയെന്ന് കിട്ടും. നമുക്ക് ആ ബോംബ് പൊട്ടിയ സ്ഥലം പോയി കാണാൻ പറ്റുമോ? അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഞങ്ങൾ ഈ സ്കാനിയ എടുത്തിട്ട് വണ്ടി എടുത്തിട്ട് ബുള്ളറ്റ് പ്രൂഫ് ആ ബോംബ് പൊട്ടിയ സ്ഥലമൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ചോക്ക് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, ചുണ്ണാമ്പ് വെച്ചിട്ടൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും പിന്നെ ബോംബ് ബ്ലാസ്റ്റ് നടന്ന സ്ഥലങ്ങളെല്ലാം. ഇതൊക്കെ ലാൽ ഒരു കുട്ടിയെ പോലെ കൗതുകത്തോടെ കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ തുണി പൊക്കി താഴത്തേക്ക് കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ബോംബ് ബ്ലാസ്റ്റും സാധനങ്ങളൊക്കെ ചെയ്തിട്ട് ഇത് അവിടെ നിന്ന് ഓടി പോകണം. രാജാജി അസിസ്റ്റൻ്റ് അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ ഞാനിതിങ്ങനെ കാണിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ ക്യാമറയൊന്നും ഓണായിട്ടില്ല. അവിടെ നിന്ന് ഫുൾ ലാൻഡിൽ വെച്ചിരിക്കുന്ന ഈ ബോംബും ബ്ലാസ്റ്റിങ്ങിൻ്റെയൊക്കെ സാധനങ്ങൾ വെക്കാൻ തന്നെ മണിക്കൂറുകളോളം സമയമെടുക്കും. ലാൽ സാറ് രാജാജിയെ നോക്കിയിട്ട് ഒന്ന് ചിരിച്ചോണ്ട് എനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ടൊരു വഴിയുടെ ഉണ്ട്. കാരണം ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ടെൻഷൻ കാണിക്കരുത്. സിനിമയിൽ പല രസകരമായിട്ടുള്ള സംഭവങ്ങളും അതുപോലെ തന്നെ നമ്മളിപ്പം ആലോചിക്കുമ്പോൾ ചിരി വരുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായോ എന്ന് വിചാരിക്കുന്ന പല സംഭവങ്ങളും കീർത്തിചക്ര സമയത്തുണ്ടായത് കുറച്ച് ഭീകരമായിട്ടുള്ള സംഭവമാണ്. കാരണം 13 സ്ഥലങ്ങൾ ഞങ്ങൾ ഈ ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പലയിടത്തും പുറത്ത് ആർമി ക്യാമ്പിനകത്തല്ല, പുറത്ത് പല സ്ഥലങ്ങളിലും ഞങ്ങൾ ക്ലൈമാക്സൊക്കെ പുറത്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇവർ 13 സ്ഥലങ്ങളിൽ ബോംബ് ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട്. ബോംബ് ബ്ലാസ്റ്റ് എന്നാൽ ഗ്രനേഡ് എറിഞ്ഞു, അല്ലെങ്കിൽ ഒരു ലാൻഡ് മൈൻ പൊട്ടിത്തെറിച്ചു. ഇത് ഞങ്ങൾ പോകുന്ന വഴിയിലായിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലേക്ക് ആയിരിക്കാം. കാരണം 16 വർഷത്തിന് ശേഷമാണ് കാശ്മീരിൽ ഒരു ഷൂട്ടിംഗ് ടീം പോയിരിക്കുന്നത്, 2006. അപ്പം ആ ചെന്ന സമയത്ത് മിലിറ്റൻസി പീക്കിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് ഈ ക്ലൈമാക്സിൻ്റെ ആ റേപ്പ് സീക്വൻസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു സെറ്റ് ഇട്ടത് എന്ന് പറയുന്നത് മാഗം എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. മാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അമീൻദാർ എന്ന് പറഞ്ഞ ഭീകരവാദിയുടെ എന്ന് പറഞ്ഞ് പാകിസ്ഥാനിൽ പോയിട്ട് ട്രെയിനിങ് എടുത്ത് വന്നിട്ടുള്ള അമീൻദാറിൻ്റെ വീടുള്ള വില്ലേജാണത്. അപ്പോൾ അതിന് തൊട്ടടുത്താണ് ഇട്ടിരിക്കുന്നത്. അത് ഇട്ടതിന് ശേഷമാണ് അറിഞ്ഞത് ഇങ്ങനെയാണെന്നുള്ളത്. പക്ഷേ പിന്നെ സെറ്റ് ഇടുകയും ചെയ്ത് 3 ലക്ഷം രൂപ ചിലവാക്കിയിട്ടാണ് അന്ന് ആ മരത്തിൻ്റെ സെറ്റ് ഇട്ടിരിക്കുന്നത്. പിന്നെ അത് അവിടുന്ന് ഊരിക്കൊണ്ട് വരാനും പറ്റില്ല. ബജറ്റ് കൺസ്ട്രെയിൻസ് എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ ആ സേഫ്റ്റിക്ക് അനുസരിച്ച് ഞാൻ പട്ടാളക്കാരുടെ അടുത്ത് പറഞ്ഞു. പട്ടാളക്കാർ വളരെയധികം പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഒരു ബ്രിഗേഡിയർ, അന്ന് ബ്രിഗേഡ്, പിന്നെ ജനറൽ വേണു, അതുപോലെ തന്നെ ബ്രിഗേഡിയർ നായർ, പിന്നെ എൻ്റെ കോസ്മേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു റൊളാനിയ എന്ന് പറഞ്ഞ് ഇൻ്റലിജൻസിൻ്റെ. ഇവിടെയൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു. അത് ആംഡ് ഗാർഡ്സ്, പട്ടാളം 4 വശത്ത് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും പലപ്പോഴും ഒരു സംഭവത്തിന് മുകളിൽ എനിക്ക് കുറച്ചൊരു ടെൻഷൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ ഉണ്ടായാലും ലാൽ കൂളാണ്. ലാൽ അങ്ങനൊരു സംഭവം എൻ്റെ അടുത്ത് വന്ന് പറയും, അവിടെ ഒരു കുട്ടികളെ പോലെയാണ് അവിടെ നിന്ന് നമ്മൾ വരുന്ന സ്ഥലം വഴിക്ക് ഒരു ബോംബ് പൊട്ടിയെന്ന് കിട്ടും. പറഞ്ഞ് പൊട്ടിയില്ലെങ്കിൽ പൊട്ടിയിട്ടല്ല, കറക്റ്റ് ആ സ്ഥലം നമുക്ക് എപ്പോഴെങ്കിലും പോയിട്ട് വല്ലയിടത്തും കേട്ട് കഴിഞ്ഞാൽ പറയും നമുക്ക് ആ ബോംബ് പൊട്ടിയ സ്ഥലം പോയി കാണാൻ പറ്റുമോ എന്ന് ചോദിക്കും. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഞങ്ങൾ ഈ സ്കാനിയ എടുത്തിട്ട് വണ്ടി എടുത്തിട്ട് ബുള്ളറ്റ് പ്രൂഫ്, മൈൻ പ്രൂഫ് അടക്കമായിട്ടുള്ള ആ വണ്ടി നിങ്ങൾ കാണുന്നുണ്ട്. ആ ഇതിനകത്ത് കീർച്ചക്രയ്ക്കകത്ത് ലാസ്റ്റിൽ ജീവയുടെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകുന്ന മാതിരിയുള്ള ആ സീക്വൻസ്, ജയയുടെ ഡെഡ് ബോഡി എടുത്തു പോകുന്നു. പ്ലസ് ലാസ്റ്റിൽ ലാൽ പടം കഴിയാറാകുമ്പോൾ ഒരു വണ്ടി കയറി മൂവ് എന്ന് പറഞ്ഞ് വാതിലടക്കുന്നത്. ആ വണ്ടി മൈൻ ബ്ലാസ്റ്റ് അടിച്ചാൽ പോലും ഒന്നും പറ്റില്ല, അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ടില്ല. അങ്ങനെ രാത്രി കഴിഞ്ഞ് ഞങ്ങൾ ഈ വണ്ടി എടുത്തിട്ട് ഞാൻ, ലാലുണ്ടായിരിക്കും, ചിലപ്പോൾ ശ്വേതാമേനുണ്ടായിരിക്കും അതിനകത്ത്, ഈവൻ ഗോപി അടക്കം ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ കുറച്ച് ആൾക്കാർ, ബിജുമേനോനെല്ലാം, ഞങ്ങൾ ഈ ടൗണിൽ കൂടെ പോയിട്ട് ആ ബോംബ് പൊട്ടിയ സ്ഥലമൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരും നിർത്തുമൊന്നുമില്ല, അത് പ്രൊട്ടക്റ്റഡ് വെഹിക്കിളാണ്. അപ്പോൾ അവിടെയൊക്കെ ചോക്ക് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, ചുണ്ണാമ്പ് വെച്ചിട്ടൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും പിന്നെ ബോംബ് ബ്ലാസ്റ്റ് നടന്ന സ്ഥലങ്ങളെല്ലാം. ഇതൊക്കെ ലാൽ ഒരു കുട്ടിയെ പോലെ കൗതുകത്തോടെ കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കാണണം മൂപ്പർക്ക് പോയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലാലുമായിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ രാജാജി എന്ന് പറയുന്നൊരു അസോസിയേറ്റ് ഉണ്ട്. രാജാജി ഈസ് വെരി സീനിയർ എന്ന് പറഞ്ഞാൽ ജോഷിയേട്ടൻ്റെയൊക്കെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഒരു പ്രാവശ്യം ഞങ്ങൾ കുരുക്ഷേത്ര ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, കുരുക്ഷേത്ര കാർഗിലായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പം രാജാജി ഇവിടുന്ന് പറഞ്ഞയച്ചു, ഞങ്ങൾക്ക് ദൂരെ നിന്ന് അനിൽ മുരളി ഓടി വരുന്നൊരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ അനിൽ മുരളിയുടെ പിറകിൽ പാകിസ്ഥാനി പട്ടാളം ചേസ് ചെയ്യുന്നതായിട്ട്, കാരണം അനിൽ മുരളിയുടെ ഫ്ലൈറ്റ് പോയി ഡാഷ് ചെയ്ത് ആ ക്യാരക്ടർ ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്ത് പിറകിൽ പാകിസ്ഥാനി പട്ടാളക്കാർ, അപ്പോൾ അവർ ദൂരെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ബോംബും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇത് രാജാജി ഇവിടുന്ന് പോകുന്ന സമയത്ത് പറഞ്ഞു, ഞാനിങ്ങനെ തുണി പൊക്കിയിട്ട് താഴത്തേക്ക് കാണിക്കും, അപ്പം ആ സമയത്ത് നിങ്ങൾ അവിടെ നിന്ന് ഓടണം, അല്ലെങ്കിൽ ശബ്ദമൊന്നും കേൾക്കില്ല അവർക്ക്, ഒന്നും വയർലെസ് ഒന്നുമില്ല, അത്രയും ദൂരമുണ്ട് ആ മലയുടെ താഴത്തു നിന്ന്. അപ്പോൾ വഴിയിലൊക്കെല്ലാം ബോംബും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഈ ഇൻഡിക്കേഷൻ എന്താണ്, ഇത് പൊക്കിയിട്ട് താഴത്തേക്ക് ഇടുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഷോട്ടൊക്കെ റെഡിയാക്കിയിരിക്കുന്നു. അപ്പോൾ രാജാജി ഇവിടുന്ന് അവിടെ അപ്പുറത്തിരുന്നിരുന്ന അസിസ്റ്റൻ്റ് അടുത്ത് വയർലെസ്സിൽ പറയുന്നുണ്ട്, നീ നോക്കിക്കോ, ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അവരെ അവിടുന്ന് ഓടിക്കണം, ഇതാണ്. അപ്പം മറ്റവരിത് കേട്ടിരിക്കുന്നത് ഈ തുണി പൊക്കി താഴത്തേക്ക് കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ബോംബ് ബ്ലാസ്റ്റിംഗ് സാധനങ്ങളൊക്കെ ചെയ്തിട്ട് ഇത് അവിടെ നിന്ന് ഓടിപ്പോകണമെന്ന്. രാജാജി അസിസ്റ്റൻ്റ് അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ ഞാനിതിങ്ങനെ കാണിക്കുമെന്നുള്ളത്. ഇവിടെ ക്യാമറയൊന്നും ഓണായിട്ടില്ല, അപ്പോൾ ഒന്നും റെഡി ആയിട്ടില്ല. റെഡിയായി ഇത് ബ്രീഫിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഫുൾ ലാൻഡിൽ വെച്ചിരിക്കുന്ന ഈ ബോംബും ബ്ലാസ്റ്റിങ്ങിൻ്റെയൊക്കെ സാധനങ്ങൾ വെക്കാൻ തന്നെ മണിക്കൂറുകളോളം സമയമെടുക്കും. എല്ലാം പൊട്ടിത്തെറിച്ച് ഞങ്ങൾ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ലാൽ സാറ് രാജാജിയെ നോക്കിയിട്ട് ഒന്ന് ചിരിച്ചോണ്ട്, എനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ടൊരു വഴിയുടെ ഇനി ഇത്രയും സമയം പോവാണ്. പക്ഷേ ലാൽ സാറിൻ്റെ മുഖത്ത് എപ്പോഴും ചിരി വരും. പിന്നെ ലാൽ സാറ് എപ്പോഴും ഷൂട്ടിങ്ങിൽ പറയുന്നൊരു കാര്യമുണ്ട്, എന്നാൽ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ടെൻഷൻ കാണിക്കരുത്. കാരണം നമുക്ക് ദേഷ്യം വരും, പലതും വരും, പക്ഷെ അത് കാണിച്ച് എന്ത് പറ്റുമെന്ന് വെച്ചാൽ യൂണിറ്റ് മുഴുവൻ അപ്സെറ്റാവും ചില സമയത്ത്. ശരിയാണത്. കാരണം അവർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ അറിയാതെ പെട്ടെന്ന് ബസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കംപ്ലീറ്റ് മൂഡ് അപ്സെറ്റ് ആവുന്നു. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ലെസൺ ഫ്രം ലാലിനെ പോലുള്ളൊരു വ്യക്തിയിൽ നിന്ന് പഠിക്കാൻ പറ്റിയിരിക്കുന്ന പല കാര്യങ്ങൾ ഒന്നാണിത്. ബിക്കോസ് യു ഷുഡ് ബി ഓൾവേസ് കാം ഇൻ ദ സിനിമയെ ആസ്പയർ ചെയ്യുന്ന ആരാണെങ്കിലും ശരി. ഇപ്പം ഐ വാസ് വെരി ഹാപ്പി ടു നോ ദാറ്റ് മൈ അസിസ്റ്റൻറ്റ് അരുണാണ് ഇപ്പോൾ ഈ ഗരുഡൻ എന്നുള്ള പടം, സുരേഷ് ഗോപി ബിജുമേനോൻ്റെ പടം സംവിധാനം ചെയ്തത്. പല ഫംഗ്ഷൻ ഞാൻ പോയ സമയത്ത് അരുണയെക്കുറിച്ച് ആളുകൾ പറഞ്ഞത് വളരെ കാം ആൻഡ് ക്വയറ്റ്, എപ്പോഴും ചിരിച്ചുകൊണ്ട് ഒരു വിധത്തിലുള്ള ഒരു ടെൻഷനുമില്ല, വളരെ ഹാപ്പിയായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ളത്. അത് കേട്ടപ്പോൾ ഐ വാസ് വെരി ഹാപ്പി. കാരണം എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു തരുന്ന ആരുണ്ടായില്ല, പക്ഷെ അവൻ ഹി ലേൺഡ് ഇറ്റ്. കാരണം ലാലൊക്കെ ഇത് പറയുന്ന സമയത്ത് ഇവരെല്ലാം കേൾക്കും. സോ ദേ ഫോളോഡ് ഇറ്റ് ആൻഡ് ദേ ഗോട്ട് എ വെരി ഗുഡ് നെയിം ആൻഡ് ഹി മേഡ് എ വണ്ടർഫുൾ ഫിലിം, ഹിറ്റ് ഫിലിം. സോ മോഹൻലാലിൻ്റെ കൂടെ അങ്ങനെ വെറുതെ നിന്നാൽ മതി, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിപ്പം മമ്മൂക്കയാണെങ്കിലും ഈ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ, ഇപ്പോൾ അമിതാഭ് ബച്ചൻ്റെ കൂടെയാണെങ്കിലും നമ്മൾ വെറുതെ ഒബ്സർവ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ അമിജിയുടെ കാര്യം പറഞ്ഞ എന്താണ്, ടൈമിങ്, ആ ഡിസിപ്ലിൻ. അത് കഴിഞ്ഞ് അമിത്ജിയുടെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു അന്ന് കേട്ടോ. അന്ന് റെമൻഡേഷൻ ഒന്നും വാങ്ങിച്ചില്ല, പക്ഷേ ഹോളിഡേയിൽ നിന്ന് പാക്കപ്പ് ചെയ്തിട്ട് പോകുന്ന സമയത്ത് ഒരു 3 ലക്ഷം രൂപ ഹോട്ടൽ ബില്ല്, ഒരു അസിസ്റ്റൻറ്റിൻ്റെ ഇതെല്ലാം കൂടെയാണ്. ഞാനത് കൊടുത്ത സമയത്ത് അമിത്ജി അത് കൊടുക്കാൻ സമ്മതിച്ചില്ല. അവസാനം എഗെയിൻ പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ പറഞ്ഞു, അമിത്ജി मैं इनका सबका सामने मैं आपका पाँव पड़ूँगा, ऐसा इंसल्ट मत करना എന്ന് ഞാനത് പേ ചെയ്തോളാം, അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ഞങ്ങൾ ചെയ്യേണ്ടത്. അവസാനം കരഞ്ഞ് പിടിച്ചിട്ടാണ് ഞങ്ങൾ ആ പേ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ഒരു ഡീസൻസി ഒന്ന് നോക്കും. അവർക്കറിയാം മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് അദ്ദേഹത്തിന് ഒരു റെമൻഡേഷൻ ഒന്നും കൊടുത്തിട്ട് നമുക്ക് വിളിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അത് കണ്ടറിഞ്ഞുകൊണ്ട് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ കാണിക്കുന്നവരാണ് റിയൽ സിനിമയെ സ്നേഹിക്കുന്ന ആർട്ടിസ്റ്റുകൾ. ഈ 50 ലക്ഷം അല്ലെങ്കിൽ 1 കോടി കിട്ടിയിട്ട് അവർക്കൊന്നുമില്ല. ബട്ട് ദെൻ ദ ജസ്റ്റർ ടുഡേ വി ടോക്ക്, ഐ ടോക്ക് ടു യു ഓൾ. നിങ്ങളെല്ലാവരും സർപ്രൈസ് ചെയ്യുന്നത് അമിജി അന്ന് പൈസ വാങ്ങിച്ചില്ലേ എന്നുള്ളത് ചോദിക്കും. കറക്റ്റ്, അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളും ഉണ്ട് നമ്മുടെ ലോകത്തിൽ. സോ ദാറ്റ് ഈസ് വൈ ദ സിനിമ ഈസ് ഗോയിങ് ഹെഡ്. അല്ല, എല്ലാം പണത്തിന് വേണ്ടി ആവരുത്. സിനിമ എന്ന് പറയുന്നത് ഒരു പാഷനാണ്, പല ആളുകളുടെയും സ്വപ്നമാണത്. അപ്പോൾ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമ്മൾ പലപ്പോഴും പൈസ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. താങ്ക് യു.